ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. അതിങ്ങനെയാണ്, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ എഴുന്നേറ്റ് പോവാതെ ഒരു 7 മിനിറ്റോളം, അറ്റ്‌ലീസ്റ്റ് 7 മിനിറ്റോളം ഭഗവതിയുടെ ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകം എടുത്തിട്ട് ഭഗവതി ഒന്ന് ആ രൂപത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ലായിരിക്കും. ഞാൻ പറഞ്ഞു തരാം. അതിലേതെങ്കിലും ഒരു ധ്യാന ശ്ലോകം കുറേ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഉചിതമെന്ന് പറയാല്ല, എല്ലാം ഭഗവതിയുടെ വർണ്ണന, ഭഗവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതിൽ എക്സ്ട്രീംലി എന്താ പറയുക, ഭയങ്കര സുന്ദരമാണ്. അതിൽ കുറച്ചും കൂടി ഉചിതമായിട്ട് ത്രിപുര സുന്ദരി ലളിതാ ത്രിപുര സുന്ദരിയെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. അതിങ്ങനെ സകുങ്കുമ വിലേപനാം അളിക ചുംബക സ്തൂരിക്കാൻ തുടങ്ങുന്ന ധ്യാനശ്ലോകം എടുക്കാം. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് എഴുതി വയ്ക്കുകയോ ഒന്ന് മനസ്സറിഞ്ഞോ പഠിക്കുകയോ ചെയ്തിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ ഈ ധ്യാന ശ്ലോകം ഒന്ന് ചൊല്ലി ദേവിയുടെ രൂപം ഒന്ന് മനസ്സിൽ കണ്ട് ഭഗവതി നമ്മുടെ അടുത്ത് വരുന്നതായിട്ടും എല്ലാ ദേവിയുടെ കടാക്ഷം നമുക്കുണ്ടാവുന്നതായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവതി മാറ്റുന്നതായിട്ടൊക്കെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഭഗവതിയുടെ നന്ദി പറയുക. എന്നിട്ട് എഴുന്നേറ്റ് പോവുക. കേട്ടോ? അങ്ങനെ ചെയ്ത് നോക്കുക. അർത്ഥം എങ്ങനെയാണ് പറയണേ? സകുങ്കുമ വിലേപനാം അളിക ചുംബക സ്തൂലികാം. സകുങ്കുമം, ദേവിക്ക് കുങ്കുമത്തിൻ്റെ ചാറ് ഉണ്ടല്ലോ, കുങ്കുമത്തിൻ്റെ ചാറിൽ ആകെ പൂശിയിരിക്കുന്ന ഭഗവതി എന്ന് പറയാം. അപ്പം ദേവിയുടെ ആകത്തുകയായിട്ട് നിറം ചുമപ്പ് നിറമാണ്. അപ്പം സകുങ്കുമ വിലേപനാം അളിക ചുംബക സ്തൂരികാം, ദേവിയുടെ നെറ്റിയിൽ കസ്തൂരിയുടെ പൊട്ടുണ്ടെന്ന് പറയാം. ഈ കസ്തൂരിമാൻ്റെ ഉദരത്തിൽ നിന്നാണ് ഈ കസ്തൂരി എടുക്കുക അല്ലേ. അപ്പം കസ്തൂരിമാൻ അറിയില്ല ഈ കസ്തൂരിയുടെ മണം എവിടെ നിന്ന് വന്നുള്ളത്. ഇതിങ്ങനെ പാറി നടക്കും, ഇത് എവിടെ നിന്ന് വന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെയാണ്. ഭഗവതി നമ്മുടെ ഉള്ളിലാണ് കാണേണ്ടത്, ഉള്ളിലാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ധ്യാനിക്കാൻ പറയണേ, പുറത്തല്ല ഭഗവതി. അപ്പോൾ നിങ്ങൾ ഭഗവതിയെ മനസ്സിൽ കാണുമ്പോൾ മറ്റുള്ള ഒരാൾ വരച്ച പടത്തിനല്ല നിങ്ങൾ കാണേണ്ടത്. മറ്റുള്ള ഒരാൾ വരച്ചത് അയാളുടെ രൂപം, അയാളുടെ മനസ്സിലെ സങ്കല്പമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭഗവതി തെളിയണം, നിങ്ങളുടെ ഉള്ളിലുള്ള ദേവിയെ നിങ്ങൾ തെളിയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആകെത്തുകയായിട്ട് കുങ്കുമത്തിൻ്റെ ചാറിൽ പൂശിയിരിക്കുന്ന ഭഗവതിയുടെ നെറ്റിയിൽ ഒരു പൊട്ടുണ്ടെന്ന് പറയാം. സമന്തഹ സുശേഷണാം, ദേവി ഭഗവതി ചിരിക്കുന്നവർ, ഭഗവതി എപ്പോഴും പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ രൂപം വരച്ച് പുഞ്ചിരിക്കുന്ന മുഖം വരികയാണെങ്കിൽ ഭഗവതി നമ്മളെ കടാക്ഷിച്ചു എന്നർത്ഥം. ആ അർത്ഥം അങ്ങനെയാണ്, ആ വരിയുടെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവതിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ കാണാൻ ശ്രമിക്കാം. പ്രയാസമാണ് ആദ്യ സമയങ്ങളിലൊക്കെ, പയ്യെ പയ്യെ തെളിഞ്ഞു വരും. അപ്പോൾ സശരചാപപാശാങ്കുശാം, അടുത്ത നാമം എങ്ങനെയാണ്? ദേവിക്ക് 4 കൈകളാണ്. ഒന്ന് ഒരു കരിമ്പിൻ വില്ലുണ്ട്, പിന്നൊരു പഞ്ചപുഷ്പബാണമുണ്ട്. ദേവിയുടെ ഇടത് കയ്യിൽ ഒരു കയറുണ്ട്, വലത് കയ്യിൽ തോട്ടിയുണ്ട്. ഈ 4 കൈകളോടുകൂടിയുള്ള ദേവി. എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളാണ്, അതൊന്നും ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദേവി ധ്യാനിക്കുകയാണല്ലോ. അപ്പോൾ 4 കൈകളോട് ദേവി. അപ്പോൾ സകുങ്കുമ വിലേപനാം അളിക ചുംബക സ്തൂരികാം സമന്തഹസിശേഷണാം സശരചാപ പാശാങ്കുശാം അശേഷജനമോഹിനി. ആരെയായാലും ദേവി മയക്കുന്ന പറയുക. എത്ര വലിയ ആളുകൾ കാണുമ്പോൾ ദേവിയെ കാണുമ്പോൾ തന്നെ അലിഞ്ഞു പോവും, മയങ്ങിപ്പോകുമെന്ന് പറയാം. അത്രയും സൗന്ദര്യ ഭഗവതിക്ക്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും എക്സ്ട്രീംലി സൗന്ദര്യം അവിടെ വർണ്ണിക്കുക ഭഗവതിനെ. അതാണ് പറയണേ. ശേഷം ഈ മരുണമാല്യഭൂഷാഭരാം. അപ്പോൾ ദേവിയുടെ വസ്ത്രമായാലും ദേവിയുടെ ആഭരണമായാലും ഭൂഷണങ്ങളായാലും എല്ലാം ചുമപ്പ് നിറത്തിലുള്ള ആഭരണങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്, വസ്ത്രമാണ്. ദേവിയുടെ ബാക്കിയുള്ള വളകളും ദേവിയുടെ കമ്മലും മൂക്കും മൂക്കുത്തി, ദേവിയുടെ കമ്മൽ, വളകൾ, അരപ്പട്ട എല്ലാം എല്ലാം ചുമപ്പാണ്. ആഭരണങ്ങളെല്ലാം ചുമപ്പിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ അങ്ങനെ കാണണം. ജപാകുസുമബാസുരാം, ദേവിയുടെ നിറം ജപാകുസുമബാസുരാം, ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം എന്ന് പറയാം ഭഗവതിക്ക്. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തിലാണ് ഭഗവതി. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം കണ്ടാൽ മതി, ചുമപ്പാണല്ലോ. അങ്ങനെയുള്ള ഭഗവതി ഞാൻ ജപിക്കുമ്പോൾ ജപവിധൗ സ്മരേതംബികാം, അങ്ങനെയുള്ള ഭഗവതിയെ ഞാൻ ജപിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഞാൻ സ്മരിക്കുന്നു ഭഗവതി എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കണ്ട് ഭഗവതി ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കുറച്ച് നാൾ ചെയ്തു നോക്കുക. ഒന്നുമില്ലെങ്കിലും ഭഗവതിയല്ലേ, ഭഗവതിയുടെ ഏതെങ്കിലും ഇതിൽ ഭഗവതി നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കും. അല്ലാതെ വെറുതെ ഇത് ചൊല്ലിപ്പോകലല്ലാതെ ഈ ഒരു കാര്യം കൂടി ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നന്ദി, നമസ്തേ.